ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിലേറെ സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്ട്രൈക്ക് തന്നിരുന്നു ഒരു യൂട്യൂബർ. എനിക്ക് തോന്നിയൊരു 68ഓളം സബ്സ്ക്രൈബറാണുള്ളത്. ഞാനൊരാഴ്ച ആയിട്ടുള്ളൂ ഈ ചാനൽ തുടങ്ങിയിട്ട്. അതിൽ ഇത്രയും പേരെൻ്റെ കേൾക്കാനുള്ളത്, അതിലെനിക്ക് ഒരുപാട് സന്തോഷം. അതുമാത്രവുമല്ല, എനിക്കൊരു സ്ട്രൈക്ക് തരാൻ കാണിച്ച ആ സഹോദരിക്ക് വളർന്നു വരുന്ന ഒരു യൂട്യൂബർ എന്നാണ് അവരുടെ ലൈവിൽ പറഞ്ഞത്. അതിലും അതിയായ സന്തോഷം. ആരെയും കുറ്റം പറയാനായിട്ടല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അവർ ചെയ്യുന്ന തെറ്റുകളും ഓരോന്നും തെറ്റായിരുന്നു ചെയ്യുന്നത്. അത് ഞാൻ കണ്ടു പറഞ്ഞു എന്ന് മാത്രമാണുള്ളത്. അവരെ ഞാൻ തേജോവധം ചെയ്യാനോ കുറ്റം പറയാനോ ഒന്നുമല്ല ഈ ചാനൽ ഞാൻ തുടങ്ങിയത്. ഒരാളെ വെച്ച് തന്നെ നിരന്തരം കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നത് കണ്ടതുകൊണ്ടാണ്. കാര്യം അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അവരൊരു പൊതുവേദിയാണ് യൂട്യൂബ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവർക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ കൊണ്ടുവരാനൊക്കെയുള്ള ഒരു കഴിവുള്ള സഹോദരിയല്ലേ. അപ്പോൾ അവർക്ക് പുതിയ പുതിയ കണ്ടൻറ്റുകൾ കൊണ്ടുവരാം. അതുപോലെ തന്നെ അവർക്ക് എന്തെല്ലാം കിടക്കുന്നു. പിന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള വേർഡ്സുകളൊന്നും ആർക്ക് വേണ്ടി യൂസ് ചെയ്യരുത്. അതൊരു വലിയ കാര്യം തന്നെ. എനിക്ക് അവർ പറഞ്ഞ 3-4 കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് ഹൃദയത്തിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കി. കാരണം ഒരു സ്ത്രീയെ നമ്മളങ്ങനെ വിളിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചുകൂടാ. അവരെന്ത് തെറ്റോ ചെയ്യട്ടെ, അവരങ്ങനെ വിളിച്ചുകൂടാ. കാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് ഈ വിളിക്കുന്നതിന് വലിയ തെറ്റാണ്. അവർ കാണാൻ കൊള്ളായിരിക്കും, അല്ലെങ്കിൽ ഒരു കൊള്ളായിരിക്കും, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അതൊക്കെ അവരവരുടെ കാര്യമല്ലേ. അതുപോലെ തന്നെ ഒരുപാട് ഹരാസ്മെൻറ്റ് ഈ പറഞ്ഞ സഹോദരി ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന യൂട്യൂബർ ചെയ്തിട്ടുണ്ട്. ഞാൻ പേരൊന്നും എടുത്തിന് അവരുടെ പറയുന്നില്ല. പിന്നെ അതുപോലെ കമൻസുമായിട്ട് ഞാൻ വന്നപ്പോൾ എനിക്കും തിരിച്ച് അതേ ഭാഷയാണ് എൻ്റെ മാതാവിനെ അവർ പറഞ്ഞത്. അപ്പോൾ അവരാ പറഞ്ഞതിലും ഇവരിപ്പോൾ ഈ പറഞ്ഞതിലും രണ്ടുപേരെയും താരതമ്യം ചെയ്യാതിരിക്കാനാവില്ല. അവരാ പറഞ്ഞ ഭാഷ തന്നെയാണ് ഇവർ എൻ്റെ മാതാവിനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത്. എനിക്ക് ഒരുപാട് വേദനയുണ്ടാവാനുള്ള കാരണം തന്നെ അവരൊരു ഷോട്ടുമായിട്ട് വന്നപ്പോൾ ഞാൻ അതിനടിയിൽ പോയി ഇതിന് എതിരെയല്ല പറഞ്ഞ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചായിരുന്നു. അപ്പോൾ അവർ എനിക്ക് ഉപയോഗിച്ച ഭാഷയെന്ന് പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ മാതാവിനെ അവർ അതേ ഭാഷ ഉപയോഗിച്ച്, അവരുടെ മാതാവിന് മറ്റൊരു യൂട്യൂബർ പറഞ്ഞ അതേ ഭാഷ ഈ യൂട്യൂബർ എനിക്ക് ഉപയോഗിച്ചു. അപ്പോൾ അവർക്ക് എത്രമാത്രം കൾച്ചറുണ്ടെന്നും അവരുടെ ഹൃദയത്തിൽ എത്രമാത്രം നന്മയുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. അവരും മറ്റുള്ളവരെ പോലെ തന്നെയാണ്. വരുമാനത്തിന് വേണ്ടി എന്തും പറയും. അതുപോലെ ഞാൻ വലിയൊരാളാണെന്ന ആ ഒരു ഭാവം അവർക്ക് നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞ ലൈവിൽ ഞാൻ ഉണ്ടാക്കിയിട്ടൊരു തരംഗമുണ്ട്. തരംഗം എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുവാ? എനിക്കാണെങ്കിൽ കേട്ടപ്പോൾ ചിരിയും വന്നു. തരംഗം എന്ന് പറഞ്ഞാൽ ഈ എതിർ യൂട്യൂബർക്കെതിരെ വന്ന, ഞാൻ പേര് തന്നെ എടുത്ത് പറയാം, മസ്തൂറ ഫാത്തിമ എന്നായിരുന്നു അവരുടെ ആദ്യത്തെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അവരെ വെച്ചാണ് ഇവർ ഈ തരംഗം സൃഷ്ടിച്ചത്. അല്ലാതെ ഇവരെ ആർക്കും അറിയില്ല. ഇവരൊരു പെരയിലിരുന്നിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നവർ. ഞാൻ അന്ന് തൊട്ടേ ഇവരുടെ ചാനലിൻ്റെ ഒരു വ്യൂവറാണ്, ഒരു സബ്സ്ക്രൈബറുമാണ്. ആദ്യമൊക്കെ എനിക്ക് ഇവരോട് നല്ല ഇഷ്ടമാണ്. കാര്യം അവരുടെ അവതരണ ശൈലിയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫാമിലിയോടുള്ള അറ്റാച്ച്മെൻറ്റും എല്ലാം എനിക്കിഷ്ടമായിരുന്നു. ഞാൻ അതിൽ പോയി കമൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ അവരെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങളെ ഹസ്ബൻഡിന് നോക്കുന്ന ഒരു നന്മ പോലും, നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ആരും ഒന്നും ചെയ്യുന്നത്. അത് സത്യം തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇല്ലാണ്ടാവുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ സത്യം പറഞ്ഞാൽ അവർ എന്തൊക്കെയാണോ എന്തോ വീഡിയോ എടുത്ത് വെച്ച് ചെയ്തത്. എല്ലാവർക്കും ജീവന, ഭർത്താക്കന്മാരും മക്കളും ഒക്കെ. അവർക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും അവരവരുടെ കുടുംബം വലുതാണ്. അതേപോലെയാണ് എതിർ ഭാഗത്തുള്ള യൂട്യൂബർക്കും അവരുടെ മക്കൾ വലുതാണ്. അവരവരുടെ മക്കളെ നന്നായിട്ട് തന്നെയാണ് നോക്കുന്നത്. അവരൊരുപാട് എന്തൊക്കെ ചെയ്താലും, നിങ്ങൾ ഈ പറയുന്ന എന്ത് കളവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ 3 മക്കളെയും വളരെ നന്നായിട്ട് തന്നെയാണ് ആ സ്ത്രീ വളർത്തുന്നത്. അത് നമ്മളൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. അത് മാത്രവുമല്ല, ഞാൻ അവരുടെ ആ പരിസരത്ത് പോയി
എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഇവരൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ അവരന്വേഷിച്ചു, നേരിൽ കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരവിടെ ഇല്ല. അവരങ്ങ് കല്യാണം കഴിച്ച സ്ഥലത്തെങ്ങാണ്ടാണ് താമസം. ഇനി അവർ ഒരു ദിവസം നേരിൽ കാണണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാണ്, അവരിന്ന് വേറെ എന്തൊക്കെയോ കണ്ടൻറ്റുകളൊക്കെ ആയിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. അല്ല, ഇപ്പോൾ 2 ദിവസം കൊണ്ട് കണ്ടൻറ്റ് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല. എങ്കിലും അതിലും കുറച്ചൊക്കെ ഇവർ തന്നെയാണ് കണ്ടൻറ്റൊക്കെ അറിയാത്ത രീതി ചെയ്തു പോകുന്നു എന്ന് മാത്രം. എല്ലാവരും യൂട്യൂബിൽ വരുന്നത് അത്യാവശ്യം ഒന്ന് ആൾക്കാരറിയാനും ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വരുമാനത്തിന് വേണ്ടിയൊക്കെയാണ്. അല്ലാതെ എനിക്കതൊന്നും വേണ്ട. ഞാൻ സംസാരിക്കാനുള്ള പൊതുവേദി എനിക്കൊരുപാട് സ്പോൺസർമാർ ഇങ്ങോട്ടാണ് തരുന്നത്. ഞാൻ ആരോടും ഒന്നും ചോദിക്കാറില്ല. ഇതൊന്നും പറയണ്ട. സത്യാവസ്ഥയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാം പതിയെ നമുക്കറിയാൻ പറ്റൂ. പിന്നെ ആരെയും വിളിക്കില്ല എന്നൊന്നും പറയണ്ട. അവർ തന്നെ പറയുന്നു, ഒരുപാട് പേര് അവരെ വീഡിയോ കോൾ വിളിക്കുന്നു, എന്നെ ഒരുപാട് കോൾ വരാറുണ്ട് എന്നൊക്കെ അവർ തന്നെ ഓരോരുത്തരുടെ പേര് സഹിതം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സ്ട്രൈക്ക് തന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പവുമില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. നിങ്ങളെ മാത്രമൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ പല കാര്യങ്ങളും കൊണ്ട് എൻ്റെ ഈ ചാനലിൽ വരും. അതിനി 10 സബ്സ്ക്രൈബർ ഉള്ളെങ്കിൽ പോലും ഞാൻ വരും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ, വളർന്നു വരുന്ന ഒരു യൂട്യൂബർ. അപ്പോൾ നിങ്ങളെ നാവ് നന്നായി തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ നന്നായിട്ട് വളർന്നു വരട്ടെ കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-69 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കേൾക്കാം.